ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മാത്സിൻ്റെ എക്സാമിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ മാത്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ എന്നൊക്കെ പറയാം, പക്ഷേ ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പം മാത്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. എൻ്റെ ഒരു ഒപ്പീനിയനിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാത്സിൻ്റെ പരീക്ഷ അത്യാവശ്യം നല്ലോണം പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് പാടായിരുന്നു. എങ്കിലും ഞാൻ പഠിച്ച കുറേയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഞാൻ പഠിച്ച കാര്യങ്ങൾ ഒരുവിധം വൃത്തിക്ക് എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. എൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ ഹാളിലുള്ള മിക്ക ആൾക്കാരുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. ഞങ്ങളുടെ പരീക്ഷ എഴുതിയ മിക്ക പിള്ളേരുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളെല്ലാവരും എന്തായാലും ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാം. അപ്പോഴും ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ഒന്നാമത്തെ ക്വസ്റ്റ്യനൊക്കെ നോക്കി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ കുഴപ്പമില്ല. രണ്ടാമത്തേത് ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഓക്കെ എളുപ്പമാണ്, എനിക്കതറിയാം, 3, 4 ഓക്കെ ചെയ്യാം എന്നൊക്കെയുള്ളൊരു മറ്റിൽ നോക്കിപ്പോയി. പിന്നെ 5 അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് നോക്കാനേ തോന്നിയില്ല. അഞ്ചാമത്തത് ഞാനാണെങ്കിൽ ഡിഫറൻസിയേഷൻ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കണ്ടിന്യൂറ്റിയെക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ച്. പക്ഷേ ആ പടത്തിന് കണ്ടിന്യൂറ്റി ആയിരുന്നു കൂടുതലും ചോദിച്ചത്. എന്തോ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസും ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും ഒന്നാമത് ഞങ്ങൾക്ക് സ്കൂളിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാനത് എന്തായാലും നോക്കണമെന്ന് വെച്ചു. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രലും ഡിഫറൻഷ്യൽ ഇക്വേഷനും ഞാനാണെങ്കിൽ 1 വേർഡൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഡിഗ്രി ഓർഡർ അതൊക്കെ നോക്കിയിട്ടാണ് പോയത്. പിന്നെ സോൾവ് ചെയ്യുന്നത് നോക്കാൻ ടൈം കിട്ടില്ല. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽ ഞാൻ ഒന്നും അങ്ങനെ നോക്കിയിട്ടില്ലായിരുന്നു. പിന്നെ അപ്പം ഈ ഒരു 3 ചാപ്റ്റർ ഉള്ളായിരുന്നു ഞാൻ വലുതായിട്ട് നോക്കാത്തത്. ബാക്കിയുള്ളതിൽ മെട്രിക്സും ഡിറ്റർമിനൻസും വെക്ടർ ആൾജിബ്ര, റിലേഷൻ ഫംഗ്ഷൻ, ഇൻവേഴ്സ് എല്ലാം അത്യാവശ്യം വൃത്തിക്കാണ് നോക്കിയത്. ഡിഫറൻസിയേഷനും എല്ലാം വൃത്തിക്ക് നോക്കി. ഇൻ്റഗ്രേഷനും ഒരുവിധം വൃത്തിക്ക് തന്നെ നോക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞാൻ പരീക്ഷയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ പിന്നെ ആണെങ്കിൽ എനിക്ക് ഇൻ്റഗ്രേഷനൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ വരെ ഞാൻ മറന്നുപോയി. പിന്നെ എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നെ വെക്ടറിൻ്റെ പാഠത്തിന് ചോദിച്ച എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര സമാധാനമുണ്ട്. കാരണം വെക്ടറിന് നല്ല വെയിറ്റേജ് ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ വെക്ടർ വെച്ചിട്ടാണ് പഠിച്ച് തുടങ്ങിയത്. വെക്ടറും 3 ഡയമെൻഷനിലൂടെ പഠിച്ച് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ 6 മാർക്കിൻ്റെ സെക്ഷൻ ഒരുവിധം സേവായി. പിന്നെ ഏതാണ് പിന്നെ ചോദിച്ചിട്ടുള്ള ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒരുവിധം ഞാൻ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയുവാണെങ്കിൽ ബാക്കിയൊക്കെ ഒരു പോക്ക് കേസ് പോലെ ആയിരുന്നു. അപ്പം എന്താണെന്നുണ്ടെങ്കിലും മാത്സിന് പരീക്ഷ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇപ്പം അതൊന്നും നോക്കാതെ ഇംഗ്ലീഷ് നല്ല രീതിക്ക് പഠിക്കണം എന്നാണ് ഞാനിപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ മാത്രം അവസ്ഥയല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെയുള്ള മിക്കവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുന്നുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ വന്നപ്പോൾ ഞങ്ങൾ ടീച്ചറിനോട് ചോദിച്ചപ്പോഴും ടീച്ചറും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കുറച്ചിതാക്കിയാണ് ചോദിച്ചേക്കുന്നത്, നിങ്ങൾ നല്ലോണം ആലോചിച്ചാലേ കിട്ടൂ അങ്ങനെയൊക്കെ ടീച്ചറും പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ അറിയാമല്ലോ. എന്താണെങ്കിലും ഇതാണ് അവസ്ഥ. എനിക്ക് മാത്സിൽ യാതൊരു പ്രതീക്ഷയില്ല. എനിക്ക് ഫിസിക്സിൽ പിന്നെ ഇച്ചിരൂടെ നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഫിസിക്സ് അങ്ങനെ ഒരുപാട് മാർക്ക് കുറയത്തില്ലെന്നൊരു പ്രതീക്ഷയുണ്ട്. ബയോളജിയിലാണെങ്കിലും ബോട്ടണി എനിക്ക് ഓക്കെയാണ്. സുവോളജിയിലാണ് ഒരു പ്രശ്നം പറ്റിയത്. പക്ഷെ മാത്സിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ പറയണമെന്ന് പോലും അറിയത്തില്ല. വല്ലാത്തൊരു പറ്റൽ പറ്റിപ്പോയി. അതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അത് നമ്മുടെയും കൂടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. നമ്മൾ കുറച്ചുകൂടെ അത്യാവശ്യം നല്ല രീതിക്ക് നോക്കണം. പിന്നെ എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ഉള്ളത് കൊണ്ടാണ്. പിന്നെ ക്രിസ്മസ് എക്സാമാണ്, നമുക്ക് സമയമുണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി സമയമേ പക്ഷെ ഉള്ള സമയം കൊണ്ട് സെറ്റാക്കി കഴിഞ്ഞാൽ ഫൈനൽ എക്സാമിന് നമുക്ക് തൂക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള എക്സാമിൻ്റെയൊക്കെ റിവ്യൂസിനും സ്റ്റഡി വ്ലോഗ്സിനും കാര്യങ്ങൾക്കും ആയിട്ട് നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്ന നമ്മളൊക്കെ ഒന്ന് അറിയട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ശരി, എന്നാൽ എല്ലാവർക്കും ഓക്കെ, ബൈ.